സാറിനോട് ആര് പറഞ്ഞു എൻ്റെ സിനിമ അവാർഡ് സിനിമയാണ്, ചെറിയ സിനിമയാണെന്ന്? സൂപ്പർ താരങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ബജറ്റുള്ള സിനിമ അല്ലെങ്കിൽ അതൊക്കെ ചെറിയ സിനിമയായി പോകുമോ സാറേ? അത് പ്രേക്ഷകർ കാണേണ്ടതല്ലേ? സാർ ആ സിനിമ കണ്ടോ? അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഇത് തന്നെയല്ലേ സാറേ സെൻസർ ബോർഡും ചെയ്തേ? സിനിമ കാണാതെ അവർ മുൻവിധിയോടുകൂടി പത്മകുമാർ ചെയ്യുന്ന സിനിമയാണ്, ഞാനോ അല്ലെങ്കിൽ സംഘടനയുള്ള ആൾക്കാരോ സിനിമ ചെയ്തില്ലെങ്കിൽ അതൊക്കെ മോശം സിനിമയാകുമെന്ന് കരുതിയല്ലേ സാറേ എന്നെപ്പോലെയുള്ള സാധാരണക്കാരെ സാർ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? സാറിന് ഒരു കാര്യം അറിയാമോ? ഞാൻ കഴിഞ്ഞ 7 മാസമായിട്ട് ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണിത്. ആ സിനിമ എല്ലാം ഭംഗിയായി തീർന്ന് സെൻസർ ചെയ്ത് കിട്ടി. ഞാൻ തോറ്റ് പേടിച്ചാണ് സെൻസർ ചെയ്ത് കിട്ടിയത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കണമല്ലോ. സൂപ്പർ താരങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരുപാട് പേരുടെ മുഖമാണ് സാറേ, അവരുടെ വയറാണ് സാറേ ആ സിനിമയുടെ കണ്ടൻറ്റ്. സൂപ്പർ താരങ്ങളില്ലെങ്കിൽ തിയേറ്ററിൻ്റെ തിരശ്ശീല കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു ഡിസ്ട്രിബ്യൂട്ടറും വരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ അതിന് ഒപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം സാറിൻ്റെ സംസാരം കേട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറഞ്ഞത് ഇത് വലിയ സിനിമയാണ്, പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ സിബി മലയിൽ പറഞ്ഞല്ലോ അതൊരു ചെറിയ സിനിമയാണെന്ന്. അവാർഡ് സിനിമയ്ക്ക് ഞാൻ പൈസ മുടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സാറേ, എൻ്റെ കഞ്ഞിയിലാണ് സാർ പാറ്റയിട്ടത്. ഞാൻ സാറിനെ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു ചെറിയ സിനിമയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു അവാർഡ് സിനിമയാണ്, ഇതൊരു മോശം സിനിമയാണ്, ആൾക്കാർ വെറുക്കുന്ന സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. വളരെ വികാരനിർഭരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആരുടെയെങ്കിലും കയ്യും കാലും പിടിച്ച് തിയേറ്റർ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ തിയേറ്റർ കിട്ടിയില്ലെങ്കിൽ തിരശ്ശീല വലിച്ചു കെട്ടി ഞാൻ ഈ സിനിമ പ്രേക്ഷകരെ കാണിച്ചിട്ട് ഏതെങ്കിലും പ്രേക്ഷകർ പറയുകയാണ് ഈ സിനിമ അവാർഡ് സിനിമയാണ്, അത് എൻഗേജിങ് അല്ല, അത് മോശം സിനിമയാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്താം സാറേ. അത്രമാത്രം സങ്കടത്തോടെയാണ് പറയുന്നത്, വികാരത്തോടെ തന്നെയാണ് പറയുന്നത്. ഞാൻ സാറിനെ നേരിട്ട് വിളിച്ച് ഈ സങ്കടം പറഞ്ഞതാണ്, മറ്റൊരാളെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. സാർ ആ സംഘടനയിൽ അംഗത്വം എടുക്കാത്തതൊന്നും മനഃപൂർവ്വം അല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു സംഘടനയിൽ അംഗത്വം എടുത്താൽ ഒരു പ്രൊഡ്യൂസറുടെ പോക്കറ്റാണ് കാലിയാകുന്നത്. സംഘടന പറയുന്ന പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി ഒന്നും കാണില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറേയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് സംഘടനയിൽ ഇത്രയും കാലം മെമ്പർഷിപ്പ് എടുക്കാതെ സാധാരണ കഴിവുള്ളവരെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തത്. ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് കൂടി അതിന് പങ്ക് വീതിക്കാവുന്നതാണ്. സാറിനെ പോലെയുള്ള ആറ്റിറ്റ്യൂഡുള്ള സമൂഹം അത്തരത്തിൽ സിനിമയ്ക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. വല്ലാത്ത സങ്കടമുണ്ട് സാറേ. കാരണം സാർ ഈ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് സാറിന് പോലും മനസ്സിലാവില്ല. സാറൊക്കെ ശീതീകരിച്ച മുറിയിലിരുന്ന് ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ വലിയ വലിയ സിനിമകൾ ചെയ്ത് അത് പരാജയപ്പെട്ടോ നന്നായോ എന്നൊന്നും ചിന്തിക്കാതെ അടുത്ത സിനിമയിലേക്ക് പോകുന്നവരാണ്. ബാക്കിയുള്ള സാധാരണക്കാരുണ്ടല്ലോ, ജീവൻ പണയം വെച്ച് ഓരോ സിനിമയിലും തൻ്റെ ആത്മാവിനെ ഇട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. സാർ ഈ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തിരശ്ശീലയിൽ തെളിയുമ്പോൾ വന്ന് കണ്ടു നോക്ക്. ഈ സിനിമയുടെ ഫയർ സാറിന് അന്ന് മനസ്സിലാകും. അതിൽ ഞാൻ സാറിനെ വെല്ലുവിളിക്കുകയാണ്. സാർ ആ സിനിമ കണ്ടിട്ട് വീണ്ടും മോശമാണെന്ന് പറയുകയാണെങ്കിൽ അന്ന് നിർത്തും ഞാൻ ഈ പണി. പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.